കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. പടച്ചവനെ, മരണം നിനക്കൊരു ദിവസം വരുമെന്നാണ്. ഒരു ദിവസം നീ മരിക്കേണ്ടവനാണ്. പടച്ചവനെ, മരണത്തെക്കുറിച്ച്, ഖബറിനെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച് എത്രയോ ഖുർആനിന്റെ ആയത്തുകൾ ഞാനും നിങ്ങളും കേൾക്കുന്നവരാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, പടച്ചവനെ, പണ്ടൊക്കെ ഖുർആൻ ഓതുന്ന ശീലമുണ്ടായിരുന്നു. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാ പിന്നെ ഖുർആനാ. അല്ലാഹുവേ, സൂറത്തുൽ വാഖിയ ഓതാത്ത ഒരു വീടുമില്ല. സൂറത്തുൽ വാഖിയ ഓതാത്ത ഒരു വീടുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ സൂറത്തുൽ വാഖിയ മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഓതിയാ അല്ലാഹു ആ കുടുംബത്തിന് ദാരിദ്ര്യം കൊടുക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പടച്ചവനെ, സൂറത്തുൽ വാഖിയ ഓതുന്ന സമയമാണ്, സൂറത്തു സജദ ഓതേണ്ട സമയമാണ്, സൂറത്തുൽ മുൽക്ക് ഓതേണ്ട സമയമാണ്, യാസീൻ ഓതേണ്ട സമയമാണ്. പക്ഷേ ഇന്ന് സമയമില്ലല്ലോ. പടച്ചവനെ, ഇന്ന് ഭർത്താവ് ഭാര്യയോട് ഖുർആൻ ഓതാ പറയാറില്ല, ഭാര്യ ഭർത്താവിനോടും ഖുർആൻ ഓതാ പറയാറില്ല. എങ്കിൽ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പൊന്നുമോനെ, നിനക്ക് പഠിക്കാൻ ഒരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരാ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള പെങ്ങളോട്, പഠിച്ചവരെ സീരിയൽ നടിമാരെ മാത്രം കണ്ടുപഠിച്ച എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, അല്ലാഹുവേ, റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. പൊന്നുമോനെ, റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, അല്ലാഹുവിനെ വല്ലാത്ത പേടിയാണ്. വിവാഹം കഴിച്ചിട്ടില്ല. റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പടച്ചവനെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാ. അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ ലറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പടച്ചവനെ, നാളെ പടച്ചവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുന്ന ഒരു കുടുംബത്തെ കുറിച്ച്, ഒരു ഭാര്യയും ഭർത്താവും തന്റെ മക്കളും നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ആയത്ത് ഇങ്ങനെ ഓതുമ്പോ പടച്ചവനെ, മഹാനായ റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തു. പടച്ചവനെ, എന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യയെ എനിക്ക് കാണണം പടച്ചവനെ, എന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യയെ എനിക്ക് കാണണം പടച്ചവന്, ഈ ദുനിയാവിൽ വെച്ച് തന്നെ കാണണം പടച്ചവന്. റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. അവസാനം എന്റെ പ്രിയമുള്ളവരെ, പാതിരാത്രി കിടന്നുറങ്ങുമ്പോ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്, സ്വർഗ്ഗത്തിലെ ഭാര്യയെ കാണിച്ചു കൊടുക്കുകയാ, സ്വർഗ്ഗത്തിലെ ഭാര്യയെ കാണിച്ചു കൊടുക്കുകയാ. ആരെയാണ് കാണിച്ചു കൊടുത്തതെന്നറിയുമോ? മൈമൂനത്തുൽ മിസ്രിയ. തന്റെ സ്വർഗ്ഗത്തിലെ മണവാട്ടിയാണ് മൈമൂനത്തുൽ മിസ്രിയ. പടച്ചവനെ, റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചാടി എഴുന്നേൽക്കുകയാ. മിസ്ർ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകാൻ തയ്യാറെടുക്കുകയാ. കാരണം തന്റെ സ്വർഗ്ഗത്തിലെ മണവാട്ടിയാണല്ലോ. ഈ ദുനിയാവിൽ വെച്ച് അവളെയൊന്ന് കാണണമല്ലോ. റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന മനുഷ്യനതാ പടച്ചവനെ മിസ്ർ എന്ന് പറയുന്ന നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ, അന്ന് ഏറ്റവും വലിയ പണ്ഡിതനാണ്, ആ നാട്ടിലെ ഏറ്റവും വലിയ അറിവുള്ള മനുഷ്യനാണ് പടച്ചവനെ. റബീ എന്ന് പറയുന്ന മനുഷ്യനതാ മിസ്ർ എന്ന രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോ നാട്ടുകാര് മുഴുവനും ഒരുമിച്ച് കൂടുകയാ, നാട്ടുകാര് മുഴുവനും ഒരുമിച്ച് കൂടുകയാ. എല്ലാവരും മുസാഫഹത്ത് ചെയ്യുകയാ. അവിടെ നിന്ന് ചോദിച്ച്, എന്തിനാണ് വന്നത്? റബീ പറഞ്ഞു, ഇവിടെ മൈമൂന എന്ന് പേരുള്ള ഒരു പെണ്ണുണ്ട്, മൈമൂന എന്ന് പേരുള്ള ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിനെ കാണാവുന്നതാണ്, ആ പെണ്ണിനെ കാണാവുന്നതാണ്. ജനങ്ങൾ മുഴുവനും തെരഞ്ഞു നടക്കുകയാ. അവസാനം വൈകുന്നേര സമയം വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, തങ്ങളെ, മൈമൂന എന്ന് പേരുള്ള, മൈമൂന എന്ന് പേരുള്ള 3 പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ട് തങ്ങള്. പക്ഷേ 3 പേരും നിങ്ങൾ തിരയുന്നവരല്ല. അവർക്കതിന് സാധ്യതയില്ല. അവര് മോശമായ ജീവിതം നയിക്കുന്നവരാ. ആ സമയത്ത് റബീഅത്ത് ഇബ്നു അസ്ം പറഞ്ഞു, അല്ല, മൈമൂന എന്ന പേരുള്ള ഒരു പെണ്ണുണ്ട്, എനിക്ക് അവളെ കാരണം. അവസാനം
സമയത്തൊരു മനുഷ്യൻ പറഞ്ഞു, തങ്ങളെ ഒരു പ്രാന്തി പെണ്ണുണ്ട് തങ്ങള്, മൈമൂന എന്ന പേരുള്ള ഒരു പ്രാന്തിയുണ്ട്. അവള് പാതിരാത്രി മുഴുവനും ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്ന് പാട്ടുപാടിയിട്ട് ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്നവളാ. പടച്ചവനെ റബീഅത്ത് ഇബ്നു അസം പറഞ്ഞു, എങ്കിലും ഞാൻ തിരയുന്ന പെണ്ണവളാ, എങ്കിലും ഞാൻ തിരയുന്ന പെണ്ണവളാ. എവിടെയാണ് അവളുടെ വീടെന്ന് ചോദിക്കുമ്പോ പടച്ചവനെ അവിടെന്ന് പറഞ്ഞു, തങ്ങളെ അവൾക്ക് വീടില്ല, അവള് പർവ്വതത്തിന്റെ മുകൾ തട്ടിലാണ് പകൽ കഴിയുന്നത്, പാതിരാത്രി മാത്രമേ അവര് വെളിയിലേക്ക് ഇറങ്ങി വരാവൂ. പടച്ചവനെ അല്ലാഹുവേ, റബിയ പറഞ്ഞു, എങ്കിൽ എനിക്ക് അവളെ ഒന്ന് കാണണം. പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, മൈമൂനത്തുൽ മിസ്രിയ നമസ്കാരത്തിലാ, മൈമൂനത്തുൽ മിസ്രിയ നമസ്കാരത്തിലാ. പടച്ചവനെ റബിയ കാത്തു നിൽക്കുകയാണ്, തന്റെ സ്വർഗത്തിലെ മണവാട്ടി ആദ്യമായിട്ട് കാണുകയാണ്. പടച്ചവനെ മിണ്ടാതെ മാറി നിന്നു. നമസ്കാരം കഴിഞ്ഞപ്പോ റബിയ പറഞ്ഞു, അസ്സലാമു അലൈക യാ മൈമൂന. പടച്ചവനെ സലാം പറയുകയാ. ഉടനെ മൈമൂന പറയുകയാണ്, വഅലൈക്കുമുസ്സലാം റബിയ. റബിയത്തിൽ അല്ലാഹുവേ, റബീഅത്ത് ഇബ്നു അസം അത്ഭുതപ്പെടുകയാണ്. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് പരസ്പരം കാണുന്നവരാ. എന്റെ പേരെങ്ങനെ മനസ്സിലായി, ഞാനാണെന്ന് എങ്ങനെ മനസ്സിലായി? മൈമൂന പറഞ്ഞു, എനിക്ക് എന്റെ പടച്ച റബ്ബ് കാണിച്ചു തന്നു. എന്നെ വിവാഹം കഴിക്കാമെന്നതല്ലേ, എന്നെ ഒന്ന് കാണാമെന്നതല്ലേ. എനിക്കൊരു മോഹമുണ്ട്, എനിക്കൊരു അഭിലാഷമുണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട്. നിങ്ങളൊന്ന് സാധിച്ചു തരുമോ റബിയ, നിങ്ങളൊന്ന് സാധിച്ചു തരുമോ റബിയ? റബീഅത്ത് ഇബ്നു അസം ചോദിച്ചു, എന്തേ ഞാൻ ചെയ്യേണ്ടത്? അവിടെന്ന് പറഞ്ഞു, നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഒന്ന് ഓതി തരുവോ? പെണ്ണ് കാണാമെന്ന ഭർത്താവിനോട്, തന്നെ കാണാമെന്ന പുതുമണവാളനോട് ആ പെണ്ണ് ചോദിക്കുകയാ, നിങ്ങളൊന്ന് ഖുർആൻ ഓതുമോ? നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ എനിക്ക് വല്ലാത്ത കൊതിയാ. റബീഅത്ത് ഇബ്നു അസം അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ എടുക്കുകയാ. അല്ലാഹുവേ, തന്റെ മണവാട്ടിക്ക് ഖുർആൻ ഓതി കൊടുക്കുകയാണ്. ഏത് സൂറത്താ ഓതിയതെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ الرحيم يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا. പടച്ചവനെ റബിയ ഇങ്ങനെ ഓതുകയാണ്. മൈമൂനത്തുൽ മിസ്രി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാ. അവസാന ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. ഓതി ഓതി അവസാനം ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്തങ്ങ് ഓതുമ്പോ മൈമൂനയുടെ കണ്ണ് നിറയുകയാ. ശരീരം മുഴുവനും വിയർക്കുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, ശരീരം ഇങ്ങനെ തളരുകയാണ്. മൈമൂനത്തുൽ മിസ്രിയ പറഞ്ഞു, റബിയ ഒന്നുകൂടെ ഓതുവോ റബിയ, ഒന്നുകൂടെ ഓതുവോ റബിയ, നിങ്ങളുടെ നാവ് കൊണ്ടായത്തൊന്നുകൂടെ ഓതുവോ റബിയ. കേൾക്കാനുള്ള കൊതി കൊണ്ടാണ്, എന്റെ ആഗ്രഹം കൊണ്ടാണ്. പടച്ചവനെ റബീഅത്ത് ഇബ്നു അസം അവിടുന്ന് ഓതുകയാണ്. ഇന്നലദൈനാ അൻകാലം വജഹീമാ വതഅമൻ ദാ ഉസ്സതി വഅദാബൻ അലീമാ. പടച്ചവനെ നരകത്തിന്റെ കൊളുത്തുകളെ കുറിച്ച്, നരകത്തിന്റെ ചങ്ങലകളെ കുറിച്ച്, നാളെ നരകവാസിയെ വലിച്ചു കൊണ്ടുവരുന്ന രംഗമുണ്ടല്ലോ. ഈ ആയത്തങ്ങോട്ട് ഓതുമ്പോ മൈമൂനത്തുൽ മിസ്രിയ തളർന്നു വീഴുകയാണ്, ശരീരം കിടന്ന് പിടക്കുകയാണ്. അല്ലാഹുവേ, തന്റെ റബിയുണ്ടല്ലോ, തന്റെ സ്വർഗത്തിലെ മണവാട്ടിയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ അവിടെ അത്ഭുതപ്പെടുകയാണ്. തന്റെ പ്രിയപ്പെട്ട സ്വർഗത്തിലെ ഭാര്യയെ റബീഅത്ത് ഇബ്നു അസം അങ്ങോട്ട് വിളിക്കുമ്പോ അതാ
തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാ, റബിയ നാളെ സ്വർഗത്തിൽ വെച്ച് കാണാ റബിയ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്തോതുന്ന സമയത്ത് ഹൃദയം പൊട്ടിയിട്ട് മരിച്ചു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് സമയമില്ല, പഠിക്കാൻ സമയമില്ല, പഠിപ്പിക്കാൻ സമയമില്ല. പടച്ചവനെ ദുനിയാവിന്റെ ആഡംബരങ്ങൾക്ക് പടവില് ഞാനും നിങ്ങളും ഇങ്ങനെ ഓടുമ്പോ അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് പോതാ സമയമില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങൾക്കൊരു സൂറത്ത് പറഞ്ഞു തരാ, കഴിയുമോ പോതാൻ? മറക്കാതെ പോതാ കഴിയുമോ? ഓതാമെന്ന് തീരുമാനമെടുത്തവര് അല്ലാഹു നിനക്ക് തരുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കടോ പൊന്നുപോര്. അല്ലാഹുവേ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അർദിൽ ഉംറ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്, അർദിൽ ഉംറ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഓതുന്ന മനുഷ്യനെ അല്ലാഹു ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കത്തില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. പടച്ചവനെ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് കൂടെ കിടന്നവൾ ആഗ്രഹിക്കുന്നു, എന്റെ ഭർത്താവൊന്നും മരിക്കുന്നില്ലല്ലോ. പടച്ചവര് നോക്കി നോക്കി മടുത്തല്ലോ അല്ലാ. സ്വന്തം മക്കള് പള്ളിയിലെ ഖതീബിന്റെ അടുക്കൽ പോയിട്ട് പറയുന്നു, ഉസ്താദ് എന്റെ വാപ്പ മരിക്കാനൊന്ന് ദുആ ചെയ്യൂ, എന്റെ ഉമ്മ മരിക്കാനൊന്ന് ദുആ ചെയ്യുമോ? എന്റെ പ്രിയപ്പെട്ട വാപ്പ വല്ലാത്തൊരവസ്ഥയാ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, കൂടപ്പിറപ്പിന് വേണ്ട, ഈ മനുഷ്യനൊന്ന് മരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും നിനക്കൊരു സൂറത്തെങ്കിലും ഒന്ന് ഓതാൻ കഴിയുമോ? ഒരായത്തെങ്കിലും നിനക്ക് ഓതാൻ കഴിയുമോ? അല്ലാഹു നിനക്ക് അങ്ങനെ ഒരവസ്ഥ തരൂല വാപ്പാ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, എല്ലാരും നീ മരിക്കുമെന്ന് പറഞ്ഞിട്ട് ഓടി വരികയാ. പടച്ചവനെ, സക്കറാത്തിന്റെ അവസ്ഥയാണ്. നാട്ടുകാര് മുഴുവനും പെട്ടെന്ന് കുടുംബക്കാര് മുഴുവനും ഓടി വരും. മരിച്ചില്ലെങ്കിൽ അല്ലാ തീർന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന രംഗം, അത് വല്ലാത്ത ഒരു രംഗമാ പൊന്നുങ്ങള്, അത് വല്ലാത്ത ഒരു രംഗമാണ് ഇപ്പോ. അതുകൊണ്ട് എല്ലാ ദിവസവും അല്ലാഹുവിന്റെ ഖുർആനിലെ ഈ സൂറത്ത് ഓതിയാ റബ്ബ് തരുന്ന പ്രതിഫലം നിനക്ക് ഈ ദുനിയാവിൽ കിടന്ന് നരകിക്കേണ്ടി വരൂല. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മോനെ ഓതണേ പൊന്നുമോന്, സ്നേഹം കൊണ്ടാണ് ചെറുപ്പക്കാരാ, സ്നേഹം കൊണ്ടാണ് ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് നിനക്ക് നെഞ്ചത്തോട് ചേർത്ത് വെക്കാൻ കഴിയുവോ? അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? മോനെ, എത്ര പേരുടെ നല്ല മരണം കണ്ടവരാടാ, ചിരിക്കുന്ന മുഖത്തോട് വെള്ളിയാഴ്ച രാവിലെ എത്രയോ പേര് പോയി മോനെ, എത്രയോ പേര് പോയി മോനെ. നിനക്കും ആഗ്രഹമില്ലേടാ, നിനക്കും ആഗ്രഹമില്ലേ ചെറുപ്പക്കാരാ? പുഞ്ചിരിക്കുന്ന മുഖത്തോടെ വെള്ളിയാഴ്ച രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് പോകണ്ടേ പൊന്നുമോര്? എല്ലാരും കരയുന്ന ദിവസം ചിരിക്കണ്ടേ പൊന്നുമോര്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് വല്ലാത്ത വാശിയാ, എന്റെ ചെറുപ്പക്കാർക്ക് വല്ലാത്ത വാശിയാ. എന്തിനും പെട്ടെന്ന് ദേഷ്യം വരുന്ന ചെറുപ്പക്കാരാ, വാശി കാണിക്കേണ്ടത് എപ്പോഴെന്നറിയുവോ മോര്? വാശി കാണിക്കേണ്ടത് എപ്പോഴെന്നറിയുവോ മോര്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പൊന്നുമോനെ, ചിരിക്കേണ്ടത് എപ്പോഴെന്നറിയുവോ? എടാ, ചിരിക്കാ മോഹമുണ്ടോ? ചിരിക്കേണ്ടത് എപ്പോഴാണ്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി അവിടെ നിന്നും സെൽഫി എടുത്തിടുന്നവരാണല്ലോ. പടച്ചവനെ, ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് എത്ര പേരാണ് ലൈക്ക് അടിച്ചതെന്ന്, ലൈക്ക് തണ്ടെന്ന ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ കഅബയുടെ മുന്നിൽ പോയി നിന്നിട്ട് പോലെ പടച്ചറപ്പേ സെൽഫി എടുക്കുന്ന യുവത്വേ, മോനെ, ലൈക്ക് മേടിക്കേണ്ടത് എപ്പോഴെന്നറിയുമോ? ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടല്ലടാ ലൈക്ക് മേടിക്കേണ്ടത്. എപ്പോഴാ ലൈക്ക് മേടിക്കേണ്ടതെന്നറിയുമോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നീ മരിച്ചു പോയെന്ന് പറഞ്ഞു ഈ നാട്ടുകാര് മുഴുവനും നിന്റെ മയ്യത്ത് കാണാൻ വരുമ്പോ കണ്ടിട്ടിറങ്ങി പോകുന്ന 40 പേര് നിനക്ക് ലൈക്ക് അടിച്ചാ നിനക്ക് സ്വർഗവാ
ചെറുപ്പക്കാരാ, നിനക്ക് സ്വർഗവാ ചെറുപ്പക്കാരാ. പടച്ചവനെ നിങ്ങൾ മറന്നു എന്ന് എനിക്കറിയില്ല. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് പടച്ചവനെ ജുനൈദ് എന്ന് പറയുന്ന 16 വയസ്സുള്ള ഹരിയാനയിലുള്ള അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഒരു പൊന്നുപോര് പടച്ചവരെ നമുക്ക് അവനെ മറക്കാൻ കഴിയുമോ? അവനെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല, അവനെ കുറിച്ച് ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ല. പക്ഷേ നമ്മളെല്ലാവരും ജുനൈദിനെ കണ്ട ഒരു രംഗമുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു പടച്ചവനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ പെരുന്നാളിന് ധരിക്കാൻ 1500 രൂപയും കൊടുത്ത് വസ്ത്രം വാങ്ങാൻ പറഞ്ഞു വിട്ട ജുനൈദ് എന്ന് പറയുന്ന 16 വയസ്സുകാരൻ എന്റെ പ്രിയമുള്ളവരെ കാപാലികന്മാരാ പൊന്നുമോനെ കൊന്നുകളഞ്ഞല്ലോ. അല്ലാഹുവേ അവസാനം വീട്ടിൽ കാത്തിരുന്ന ഉമ്മയുടെ മുന്നില് വാപ്പയുടെ മുന്നില് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് വീടിനകത്ത് കൊണ്ടുവച്ച ഒരു ചിത്രമുണ്ടല്ലോ. വാട്സപ്പിലൂടെ ഞാനും നിങ്ങളും കണ്ടപ്പോ അവന്റെ ചിരി കണ്ടായിരുന്നോ പൊന്നുപോലെ? ശരീരം മുഴുവനും കീറി മുറിച്ചിട്ട് അവസാനം മയ്യത്തിങ്ങനെ പുതച്ചു കിടത്തുന്ന സമയത്ത് ആരോ എടുത്തിട്ട ഫോട്ടോ കണ്ടപ്പോ ചിന്തിച്ചു പോയി, അല്ലാ എന്തൊരു ചിരിയാ പടച്ചവരെ, എന്തൊരു ചിരിയായിരുന്നു പടച്ചവര്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മോനെ ദേഷ്യം കാണിക്കേണ്ടത് എവിടെയെന്നറിയുവോ? നിന്റെ ഉമ്മ എപ്പോഴും നിന്നോട് പറയാറുണ്ട് മരണവേദനയുടെ വേദനയെന്നെന്താണ് നിന്നെ പ്രസവിച്ചതെന്ന്. എല്ലാ ഉമ്മമാരും പറയുന്നവരെ കാര്യമാ. പക്ഷേ പ്രസവിച്ച ഉമ്മയോട് ചോദിക്കണം, ഉമ്മ എത്ര വേദന സഹിച്ചവളാണെങ്കിൽ നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കണ്ട സമയത്ത് നിങ്ങൾ ചിരിച്ചില്ലേ ഉമ്മ? മോനെ വാപ്പയും ചിരിച്ചടാ, ഉമ്മയും ചിരിച്ചടാ. നീ വാ പൊട്ടികെട്ട കരയുന്ന സമയം ജന്മം തന്ന ഉമ്മ നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു, വാപ്പയും നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. അതുകൊണ്ട് കവി പറയുകയാണ്, അന്തല്ലദീ വലദതു ഉമ്മുക ബാകിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ഒരു ദിവസം നിന്റെ വീട്ടിൽ വല്ലാത്ത കരച്ചലാവൂര്. അന്ന് ഉമ്മ കരയുമടാ, അന്ന് വാപ്പ കരയുമടാ, അന്ന് കൂടപ്പിറപ്പ് കരയുമടാ, നിന്റെ ഭാര്യ സന്താനങ്ങൾ കരയുമടാ. ചിരിച്ചവരെല്ലാവരും നിന്റെ മയ്യത്തിന്റെ മുന്നിൽ കിടന്ന് പൊട്ടിക്കരയുമ്പോ അന്ന് വേണം മോനെ ചിരിക്കാൻ. അന്നാണടാ ചിരിക്കേണ്ടത്. നിന്നെ കളിയാക്കിയവനും പരിഹസിച്ചവനും നാണം കെടുത്തിയവനും നിന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞവനും നീ മരിച്ചെന്ന് കേട്ട് നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അവനും വരുവടാ മനസ്സില്ല മനസ്സോട് നിന്നെയൊന്ന് കാണാ വരികയാണ്. വെള്ള തുണിക്കകത്ത് പൊതിഞ്ഞ് വീടിനകത്ത് നിന്നെ ഇങ്ങനെ കടത്തിയിരിക്കുകയാ. നിന്റെ ശത്രുവും വന്നിട്ട് മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി ഇങ്ങനെ ഉയർത്തിയിട്ട് നിന്റെ പുഞ്ചിരി കണ്ടിട്ട് അവൻ പോലും അല്ലാഹുവോട് പറയണമല്ലാ എനിക്കും ഇതുപോലെ ഒരു മരണം തരണേ അല്ലാ. മോനെ നിന്റെ ശത്രു പോലെ നിന്റെ മയ്യത്ത് കാണാൻ വരുന്നവര് മുഴുവനും നിന്നെ പോലെ മരിക്കാൻ കൊതിക്കണം മോര്. കണ്ടിട്ടിറങ്ങി പോകുന്ന ആൾക്കാര് പറയണം മരിച്ചാൽ ഇവൻ മരിച്ചതുപോലെ മരിക്കണം. അവന്റെ ചിരി കണ്ടോ, അവന്റെ മുഖത്തെ പ്രകാശം കണ്ടോ, അവൻ ഉറങ്ങുകയാണ്, അവൻ മരിച്ചിട്ടില്ല ഉറങ്ങുകയാണെന്ന് മയ്യത്ത് കാണാമെന്നവര് മുഴുവനും നിന്റെ മുഖത്ത് നോക്കി പറയടോ പൊന്നുപോര്. അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലവാ. അല്ലാഹുവിന്റെ ഖുർആനോദിയ റബ്ബ് നിനക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലവാ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവര് നാളെ ദുഹറിന്റെ സമയത്ത് നമ്മളെ എടുക്കുകയാ. നാളെ ദുഹറിന്റെ സമയമാകുമ്പോ ഇവിടത്തെ പള്ളിക്കാട്ടില് നിനക്ക് വേണ്ടി ഒരു 6 അടി മണ്ണിന്റെ കബറിന്റെ പണി തീരുകയാണ്. പടച്ചവനെ വിളിക്കാതെ നാളെ നിന്റെ വീട്ടിലേക്ക് ഒരു വാഹനം വരുന്നു. ഇവിടത്തെ പള്ളിയുടെ സൈഡിൽ പൊടിയടിച്ചിരിക്കുന്ന ഒരു വണ്ടിയുണ്ട്. അതിന് ഡ്രൈവർ വേണ്ട, അതിന് പെട്രോളും ഡീസലും വേണ്ട, അതിന് ആരും കഴുകി ശുദ്ധിയാക്കാറില്ല. പടച്ചവനെ വിളിക്കാതെ വരുന്ന വാഹനമോ അത് കേറാത്ത വീടില്ല മോനെ. പണക്കാരനും പാവപ്പെട്ടവനും ഒരേ വാഹനം തന്നെയാ. അവിടെ ആർക്കും പരിഗണനയില്ല. നാളെ ഉച്ചയ്ക്ക് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. അവസാനം കുളിപ്പിച്ച് പുതച്ച് കിടത്തിയിരിക്കുന്ന നിന്റെ മയ്യത്തിന്റെ മുന്നില് എല്ലാവരും പൊട്ടിക്കരയുകയാ. നിനക്കെല്ലാവരും ചുടുചുംബനം തരികയാ. പള്ളിയിലെ ഖതീബ് വന്നു യാസീനോദി ദുആ ചെയ്തു. അല്ലാഹുവേ നിന്റെ
നിന്റെ മയ്യത്തെടുത്ത് അതിനകത്തേക്ക് വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് 6 പേര് നിന്റെ മയ്യത്ത് പൊക്കുകയാ. 6 പേരാ മയ്യത്ത് കട്ടിലെടുത്ത് തോളിലേക്ക് വെച്ചിട്ട് ഈ പള്ളിയിലേക്ക് റോഡിലൂടെ നിരന്ന് നിന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവരുമല്ലോ. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയിട്ട് ഉസ്താദ് നിങ്ങൾ പറയുന്ന സൂറത്ത് ഞാൻ ഓതും ഉസ്താദ്, എനിക്കറിയില്ലെങ്കിലും ഞാൻ പഠിച്ചിട്ടെങ്കിലും ഓതും ഉസ്താദ്, എനിക്കറിയില്ലെങ്കിലും ഞാൻ നിയ്യത്ത് ചെയ്യുകയാ ഉസ്താദ്. അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കടോ, അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കടോ. നാളെ ഉച്ചയ്ക്ക് നിന്റെ മയ്യത്ത് റോഡിലൂടെ കൊണ്ടുപോകുമ്പോ ആരാ ചുമക്കുന്നതെന്നറിയോ? ആരാ ചുമക്കുന്നതെന്നറിയോ? മോനെ കള്ളു കുടിയനല്ലടാ, പെണ്ണ് പിടിയനല്ലടാ, പാപം ചെയ്യുന്നവനല്ലടാ, നമസ്കാരം കഥയാക്കുന്നവനല്ല പൊന്നുമോര്. നിന്റെ മയ്യത്ത് ചുമക്കുന്നത് ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ മലക്കുകൾ മയ്യത്ത് ചുമക്കും ചെറുപ്പക്കാരാ. ഇന്നു മുതൽ ഖുർആൻ ഓതുമെന്ന് തീരുമാനമെടുത്തവര് ആരാ മയ്യത്ത് ചുമക്കുന്നത്? അല്ലാഹുവിന്റെ മലക്കുകളോ. ജനിച്ചത് മുതൽ മരിച്ചത് വരെ പടച്ചവനെ മരിക്കുന്ന കാലത്തോളം ഒരു തെറ്റ് പോലും ചെയ്യാത്ത അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ മയ്യത്ത് ചുമക്കും പൊന്നുമോര്. എന്റെ പ്രിയമുള്ളവരെ, നാളെ നിന്നെ കബറടക്കാ ഇവിടത്തെ പള്ളിക്കാട്ടില് കബറ് കുടിക്കുമല്ലോ. ഈ നാട്ടില് കബറ് കുടിക്കുന്ന മനുഷ്യനെ നിനക്കറിയുമെങ്കിൽ ചോദിക്ക് ചെറുപ്പക്കാരാ. ഈ നാട്ടിലെ കബറ് കുടിക്കുന്ന മനുഷ്യനോട് ചോദിക്ക്, ആരെയെങ്കിലും കബറടക്കാൻ ഇവിടെ കുടിവെട്ടിയപ്പോ വല്ല അനുഭവവും ഉണ്ടായിട്ടുണ്ടോ? വല്ല അത്ഭുതവും ഉണ്ടായിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിക്കുന്നവനുണ്ടല്ലോ, ഖുർആൻ ഓതുന്നവനുണ്ടല്ലോ, അവനെ കബറടക്കുന്നതിന് വേണ്ടി കബറ് കുടിക്കുമ്പോ മണ്ണിന് പോലെ സുഗന്ധവാ ചെറുപ്പക്കാരാ, മണ്ണിന് പോലും വാസനയാവോര്. ഇതെന്റെ കയ്യിൽ നിന്ന് പറഞ്ഞതല്ല, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബി മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 36ാമത്തെ വയസ്സിൽ വഫാത്തായി. 6 കൊല്ലമാണ് മുസ്ലിമായി ജീവിച്ചത്. ജനിച്ചപ്പോഴേ മുസ്ലിമല്ല, 6 കൊല്ലമാണ് മുസ്ലിമായി ജീവിച്ചത്. ആ ചെറുപ്പക്കാരൻ മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി മോര്. പടച്ച റബ്ബിന്റെ സിംഹാസനം പോലെ ആ ചെറുപ്പക്കാരൻ മരിച്ച ദിവസം ഇങ്ങനെ കുലുങ്ങുകയോ. ഈ പ്രപഞ്ചം മുഴുവനും കരഞ്ഞ ദിവസമോ. അല്ലാഹുവേ, അന്ന് മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, മയ്യത്ത് ഇങ്ങനെ ചുമന്നു കൊണ്ടുപോകുമ്പോ സഹാബത്ത് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, മയ്യത്തിന് ഭാരമില്ല നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബാ, മയ്യത്ത് ചുമക്കുന്നത് മലക്കുകളോ സഹാബാ, എനിക്ക് നടക്കാ സ്ഥലമില്ല സഹാബാ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നിട്ട് എന്റെ തള്ളവരള് കുത്തിയെട്ടാട് പ്രവാചകൻ നടന്നുപോയത്. ഇബ്നു ഹജർ തങ്ങൾ പറയുകയാ, കബറ് കുടിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോൾ മണ്ണിന് വല്ലാത്ത സുഗന്ധമാണ്, മണ്ണിന് വല്ലാത്ത സുഗന്ധമോ. ആരും കാണാതെ ഒരു പിടി മണ്ണ് വാരി മടിയിൽ വെച്ചു. തന്റെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമോ. അല്ലാഹുവേ, കസ്തൂരിയായി മാറിയിരിക്കുകയാ. ആ കബറ് കുടിച്ച മനുഷ്യന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കണ്ടു. അവിടെന്ന് ചോദിച്ചു, സഅദ് തങ്ങളെ, ഈ പ്രതിഫലം കിട്ടാറുള്ള കാരണമെന്താ? ഈ പ്രതിഫലം കിട്ടാറുള്ള കാരണമെന്താ? നിങ്ങളുടെ 6 അടി മണ്ണിന് പോലും വാസനയായിരുന്നല്ലോ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, സഅദ് തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുവോ? ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെയും ഞാൻ ഓതിയ ഖുർആനിന്റെ പ്രതിഫലമാണെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം എന്തായാലും പോകേണ്ടവരാ. അതുകൊണ്ട് ഖബറ് നമ്മളോട് പറയുകയാ, അനബൈതുൽ വഹദാ, എന്റെ വീട് ഏകാന്തതയുടെ വീടാ. അതുകൊണ്ട് നീ എന്റെ വീട്ടിലേക്ക് വരുമ്പോ നിന്റെ കൂട്ടിന് ഒരു കൂട്ടുകാരനെ കൊണ്ട് വരണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു
നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖബറിലേക്ക് പോകുമ്പോ ഖുർആൻ എന്ന് പറയുന്ന കൂട്ടുകാരനെയും കുറഞ്ഞുതരാം കേട്ടാ. ആ സൂറത്ത് ഏതാണെന്ന് ഞാൻ അവസാനം പറഞ്ഞു തരാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തത് എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു തരികയാ, ആരുടെ മണ്ണിലേക്ക് പോകണമല്ലോ, വിട്ടെറിഞ്ഞിട്ട് എല്ലാവരെയും വിട്ടെറിഞ്ഞിട്ട് ഞാനും നിങ്ങളും പോകേണ്ടവരാട്. ആറടി മണ്ണെന്ന് പറയുന്ന ആ പള്ളിക്കാട്ടിലെ കബറിനകത്തേക്ക് തന്റെ കൊട്ടാരം പോലെയുള്ള വീട് കളഞ്ഞ് തന്റെ ഭാര്യയും മക്കളെയും എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് മരണമെന്ന് പറയുന്ന വിളിക്ക് മുന്നിൽ തല താഴ്ത്തിയിട്ട്, എന്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും പോകേണ്ടവരാ. നമ്മുടെ മടക്കം അല്ലാഹുവേ ഖബറിലേക്കാണല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, രണ്ടാമതായി പറഞ്ഞു തരുന്നു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നുമോനെ പൊന്നുമോനെ, അനബൈതു തുറാബ്. ഖബർ നമ്മളോട് പറഞ്ഞു തരികയാണ്, ഖബർ നമ്മളോട് പറഞ്ഞു തരികയാ, അനബൈതു തുറാബ്. മോനെ, എന്റെ വീടിനകത്താണെങ്കിൽ വിരിപ്പില്ലടാ. മോനെ, നിനക്കാണെങ്കിൽ തറയിൽ കിടന്ന് ശീലമില്ല, നിനക്കാണെങ്കിൽ തറയിൽ കിടന്ന് ശീലമില്ല. പൊന്നുമോനെ, നീയാണെങ്കിൽ വിരിപ്പിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങുന്നവനാട്, നീ വിരിപ്പിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങുന്നവനാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അനബൈതു തുറാബ് ഫഅമിൽ ഫിറാശി. ഖബർ നമ്മളോട് രണ്ടാമതായി പറയുകയാ, ഖബറിനകത്ത് വിരിക്കാനുള്ള ഒരു വിരിപ്പും കൊണ്ടുപോട്. ആറടി മണ്ണിനകത്ത് കട്ടിലില്ല, മെത്തയില്ല പൊന്നുമോര്, അതിനകത്ത് പച്ചമണ്ണാണ് ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഖബറിനകത്ത് വിരിച്ച് കിടക്കാൻ ഒരു വിരിപ്പും കൊണ്ട് ഖബറിലേക്ക് പോകാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് കൊണ്ടുപോകാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്താണ് പായേതെന്നറിയുവോ? ആറടി മണ്ണിനകത്ത് വിരിക്കാനുള്ള വിരിപ്പേതെന്നറിയുവോ? എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, പടച്ചവനെ, ആറടി മണ്ണിനകത്ത് പോയി കിടക്കേണ്ടവരാട്. എത്ര വലിയ കൊട്ടാരം പണിതാലും പോകേണ്ടവനല്ലേ പടച്ചവനെ. എത്രയോ കഷ്ടപ്പെട്ട വർഷക്കാലങ്ങൾ, എത്രയോ വർഷങ്ങൾ അന്യനാടുകളിൽ കടന്ന് കഷ്ടപ്പെട്ട് പടച്ചവരെ ഒരു മനോഹരമായ വീടുണ്ടാക്കിയിട്ട് ഒരു ദിവസം പോലും അതിനകത്ത് കിടക്കാൻ ഭാഗ്യമില്ലാത്തവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഈ മാസം 5 മാസം ഞാൻ പടച്ചവനെ ഒരു കോളേജിന്റെ ആവശ്യവുമായി ദുബൈയിലായിരുന്നു. ഈ മാസം 5-6 തീയതികൾ എനിക്ക് ദുബൈയിലാണ്. അതുകൊണ്ട് പോകുന്ന സമയം ആറടി മണ്ണിനകത്തൊരു പാ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഖബർ നമ്മളോട് പറഞ്ഞു തരികയാ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുണ്ടല്ലോ, ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മമുണ്ടല്ലോ എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഒരു മനുഷ്യന്റെ മയ്യത്ത് ഖബറിനകത്ത് കൊണ്ടുവച്ചാ പുഴുക്കളവന്റെ കാലിന്റെ ഭാഗത്തേക്ക് കടന്നു വരികയാണ്. കാലിന്റെ ഭാഗത്തേക്ക് പുഴുക്കൾ കടന്നു വരുന്നു. അവന്റെ കാല് തിന്നാൻ പോകുമ്പോ അവിടെ നിന്നുകൊണ്ടവൻ ജീവിതത്തിൽ പിടിച്ച നോമ്പുകൾ പറയും ഇവന്റെ ശരീരത്ത് തൊടാൻ പറ്റൂല. ആ പുഴുക്കളെ ഓടിക്കുകയാണ്. പുഴുക്കൾ നടന്ന് വലതു ഭാഗത്ത് വരുമ്പോ അവൻ നിസ്കരിച്ച നിസ്കാരം അവിടെ നിന്നുകൊണ്ട് പറയും ഇവിടെ നിന്ന് തിന്നാൻ തുടങ്ങാൻ പറ്റൂല. പടച്ചവനെ അല്ലാഹുവേ, അവന്റെ തലയുടെ ഭാഗത്തേക്ക് കടന്നു വരുന്നു. ആ സമയത്ത് തലയുടെ ഭാഗത്ത് അല്ലാഹുവിന്റെ ഖുർആൻ നിന്നിട്ട് പറയും ഇവിടെ നിന്നും തിന്നാൻ തുടങ്ങാൻ പറ്റൂല. പുഴുക്കൾ നടന്ന് ഇടതു ഭാഗത്തേക്ക് വരും. അവിടെയും അല്ലാഹുവേ, ആ മനുഷ്യൻ പറഞ്ഞ ദിക്റുകളുണ്ടല്ലോ, അവിടെ നിന്നുകൊണ്ട് പറയും ഈ മനുഷ്യന്റെ ശരീരത്ത് തൊടാൻ പറ്റൂല. പടച്ചവനെ, അങ്ങനെയുള്ള ആറടി മണ്ണിനകത്ത് സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ച് കിടക്കാൻ ആഗ്രഹമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, അമലനു സാലിഹാ, ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യടേ. എന്റെ പ്രിയമുള്ളവരെ, തഹജ്ജുദ് നിസ്കാരമുണ്ടല്ലോ, പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന 2 റക്അത്തുണ്ടല്ലോ, അതിന് വല്ലാത്ത പ്രതിഫലമാ ചെറുപ്പക്കാരാ. പൊന്നുമോനെ,
പാതിരാത്രി എഴുന്നേറ്റുള്ള നിസ്കാരം അതിന് വല്ലാത്ത പ്രതിഫലമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മൂന്നടയാളമുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മൂന്നടയാളമുണ്ട്. ആ മൂന്നടയാളത്തിൽ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? എനിക്കും നിങ്ങൾക്കും അല്ലാഹനെ വല്ലാത്ത ഇഷ്ടമോ? നമ്മളെല്ലാവരും അല്ലാഹനെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അല്ലാഹ് നിന്നെ ഇഷ്ടപ്പെടുന്നോ എന്നറിയാ. മൂന്നടയാളമുണ്ട് ചെറുപ്പക്കാരാ. അതിലൊന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജ്. പാതിരാത്രി തന്റെ കുടുംബക്കാര് മുഴുവനും കിടന്നുറങ്ങുമ്പോ, ഈ നാട്ടുകാര് മുഴുവനും തന്റെ പുതപ്പിന്റെ കീഴിൽ സുഖിച്ച് കിടന്നുറങ്ങുമ്പോ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആരെങ്കിലുമുണ്ടോ? തഹജ്ജുദ് നിസ്കരിക്കുന്ന ആരെങ്കിലുമുണ്ടോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നവന്റെ ഒന്നാമത്തെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, തന്റെ ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ പാതിരാത്രി പടച്ചവര് എസി റൂമിനകത്ത് ബെഡിനകത്ത് പുതച്ചു കിടക്കുന്നവര്, അതാ രാത്രി 2 മണിയായി 3 മണിയായി 4 മണിയായി പടച്ചറപ്പിന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പെങ്കിലും എഴുതിയിട്ട് നിനക്കൊന്ന് നിസ്കരിക്കാൻ കഴിയുമോ പൊന്നുമോര്? ഒന്ന് നിസ്കരിക്കാൻ കഴിയുമോ പൊന്നുമോര്? പടച്ചവനെ അങ്ങനെയാകണം ചെറുപ്പക്കാരാ. പാതിരാത്രി എഴുന്നേറ്റിട്ട് ഭാര്യയെ വിളിച്ചുണർത്തിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കാ പറയുന്ന ഭർത്താവ്, പടച്ചവനെ ഭാര്യ എഴുന്നേറ്റ് ഉറങ്ങുന്ന ഭർത്താവിനെ വിളിച്ചിട്ട് നമസ്കരിക്കാ പറയുന്ന ഭാര്യ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ വിവാഹം കഴിഞ്ഞിട്ട് അലിയാരിതങ്ങളും ഫാത്തിമ ബീവിയും മണിയറക്കകത്തേക്ക് കടന്നു വരികയാ. പടച്ചവനെ മണിയറക്കകത്തേക്ക് കടന്നു വന്നു. അലിയാരിതങ്ങൾ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം അണയ്ക്കുകയാണ്. മണിയറക്കകത്ത് വല്ലാത്ത ഇരുളാട്, മണിയറക്കകത്ത് വല്ലാത്ത ഇരുളാട്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ മണിയറക്കകത്തിരിക്കുകയാണ്. വീടിനകത്ത് വല്ലാത്ത ഇരുള്. പടച്ചവനെ അലിയാരിതങ്ങൾ നോക്കുമ്പോ വസമിഅനാ സൗതൻ ഹനീനാ, ഒരു തേങ്ങിക്കരച്ചിൽ കേൾക്കുകയോ. മണിയറക്കകത്തിരുന്ന് പുതുമണവാട്ടി ഇങ്ങനെ കരയുകയാണ്. പടച്ചവരെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് ചെന്നിട്ട് അലിയാരിതങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ പറഞ്ഞു, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. പിന്നെ എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, അലിയേ, ഇന്നെന്റെ ജീവിതത്തിന്റെ തുടക്കമോ, ഇന്നെന്റെ ജീവിതത്തിന്റെ തുടക്കമോ. പെട്ടെന്ന് നീ മണിയറക്കകത്തേക്ക് കടന്നു വന്നപ്പോ അലിയെ വീടിനകത്ത് കത്തിച്ചു വച്ചിരിക്കുന്ന വിളക്കം അണച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതെന്നറിയുമോ? ഞാനും നിങ്ങളും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ. നമ്മളിൽ ഒരാള് ഒരാള് ഭൂമിയുടെ മുകളില്, ഒരാള് 6 അടി മണ്ണിനകത്ത്. നമ്മൾ 2 പേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ അലിയേ. 6 അടി മണ്ണിനകത്ത് പച്ച മണ്ണിൽ കിടക്കുന്ന ദിവസമുണ്ടല്ലോ. എനിക്ക് ഓർമ്മ വന്നു അലിയേ. കല്യാണത്തിന്റെ പാതിരാത്രി പുതുമണവാളനോടൊരു മണവാട്ടി പറഞ്ഞു കൊടുക്കുകയോ. എനിക്ക് കബറിനെ കുറിച്ച് ഓർമ്മ വന്നു, എനിക്ക് കബറിനെ കുറിച്ച് ഓർമ്മ വന്നു. ആ കബറിന്റെ ഏകാന്തതയെ കുറിച്ച് ഓർമ്മ വന്നു. അതാണ് അലിയെ ഞാൻ കരയുന്നത്. എന്നിട്ട് സ്വപ്നങ്ങൾ കണ്ട പ്രതീക്ഷയോടെ മണിയറക്കകത്തേക്ക് കടന്നു വന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അലിയേ, അലിയേ, മണിയറയെന്ന് പറഞ്ഞാൽ ഇതല്ല. അലിയേ, മണ്ണറയാണ് മണിയറയാക്കേണ്ടത്. അലിയേ, മണ്ണറയാണ് മണിയറയാക്കേണ്ടത്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അലിയേ, ഖബറിനകത്ത് സ്വർഗ്ഗത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടക്കുന്നുണ്ട്. കണ്ണെത്താ ദൂരം ഖബർ വിശാലമാകുന്നുണ്ട്. ഖബർ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഖബറിനകത്ത് നിന്ന് സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ച് വീശുന്നുണ്ട്. അലിയേ, അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് നമസ്കരിക്കാം, നമുക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാം, നമുക്ക് ഖുർആൻ ഓതാം, നമുക്ക് അല്ലാഹു
അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യാ. പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുത്ത ഭാര്യ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുമോ? ഒരുപാട് പ്രതിഫലമുള്ള കാര്യമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയോ, 11 സമയങ്ങളിൽ ആര് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുമല്ലോ. 11 സമയം ആര് പടച്ചറപ്പിനോട് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുമല്ലോ. ആ 11 സമയങ്ങളിൽ ഒരു സമയമേതാ? ആ 11 സമയങ്ങളിൽ ഒരു സമയമേതെന്നറിയുവോ? അത് തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷമുള്ള സമയമോ. ഒന്നാം ആകാശത്തിൽ അല്ലാഹു ഇറങ്ങി വന്നിട്ട് ആരാ എന്നോട് ചോദിക്കുന്നത്? ആരാ എന്നോട് ദുആ ചെയ്യുന്നത്? ചോദിക്കുന്നവന് ഞാൻ ഉത്തരം നൽകാമെന്ന് പറഞ്ഞ് പടച്ചറപ്പ് ഒന്നാം ആകാശത്തിൽ വന്നിരിക്കുന്ന സമയമോ. അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ജീവിതത്തിന്റെ പ്രയാസങ്ങള്, ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയാൻ കിട്ടുന്ന സമയമോ. അതുകൊണ്ട് പാതിരാത്രി വിനീതന്റെ വഅദ് കേൾക്കാൻ, ഇന്നലെ മരണം കേട്ടവർ, അതിനു മുമ്പ് പരലോകം കേട്ടവർ, പടച്ചവനെ ഇന്ന് ഖബർ കേൾക്കാൻ ഓടി വന്ന മുസ്ലിമേ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരോ, ഇന്നത്തെ ഒരു ദിവസത്തെ കണക്ക് മാത്രം എടുത്താ മതി. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ സമയം വരെ ചെയ്തു കൂട്ടിയതിനെ കുറിച്ച് കണക്കുണ്ടോ? കണ്ണുകൊണ്ട് കണ്ടത് പാപമല്ലേ? ചെവി കൊണ്ട് കേട്ടത് പാപമല്ലേ? നാവ് കൊണ്ട് പറഞ്ഞത് പാപമല്ലേ? കൈകൊണ്ട് പിടിച്ചത് പാപമല്ലേ? അല്ലാഹുവേ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കല്ലേ? ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലെ പാപമല്ലേ? ഇന്നത്തെ ഒരു ദിവസം ലക്ഷക്കണക്കിന് പാപം ചെയ്ത നീയങ്ങാടം ഇന്ന് രാത്രി മരിച്ചു പോയോ? രക്ഷപ്പെടുവോ ചെറുപ്പക്കാരോ? അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണല്ലോ. ഇന്ന് പാതിരാത്രി വഅദ് പിരിഞ്ഞ് നിന്റെ വീട്ടിൽ ചെന്നിട്ട് പാതിരാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സുജൂദിൽ കിടന്ന് റബ്ബിനോട്, അല്ലാ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയി, പടച്ചവര് എനിക്കൊന്ന് പുറത്തു തരുമോ എന്ന് കരയാ നിന്നെ കൊണ്ട് കഴിയുമോ? ഒന്ന് തൗബ ചെയ്യാ കഴിയുമോ? ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവല്ലോ. നിന്റെ കൂട്ടുകാര് പലരും എവിടെ ചെറുപ്പക്കാരോ? നിന്റെ കൂടപ്പിറപ്പ് എവിടെ ചെറുപ്പക്കാരോ? നിന്റെ വാപ്പ എവിടെ ചെറുപ്പക്കാരോ? നിന്റെ ഉമ്മ എവിടെ ചെറുപ്പക്കാരോ? എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ആറടി മണ്ണിലേക്ക് കടന്നുപോയല്ലോ. ഇതുപോലെ നീയും പോകണ്ടവനാ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. അല്ലാഹുവേ, പടച്ചവര്, നിന്നെ പോലെ കളിച്ച് ചിരിച്ചു നടന്ന അസീസ് എന്ന് പറയുന്ന പൊന്നുപോലെവിടെ ചെറുപ്പക്കാരോ? ഇന്ന് ആറടി മണ്ണിനകത്തല്ലേ. അല്ലാഹു അവന്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവന്റെ മണ്ണറ മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അവൻ എത്ര വലിയ ഭാഗ്യവാനെന്നറിയുവോ? മരിച്ചിട്ട് എത്ര കൊല്ലമായി, പക്ഷേ ഇന്നും ഈ നഗരം വെച്ചിരിക്കുന്നത് അവന്റെ പേരിലല്ലേ. അല്ലാഹുവേ, ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും അസീസിനെ കണ്ടിട്ടില്ല, പക്ഷേ ഇന്നിവിടെ വന്നിട്ട് അവന് വേണ്ടി ദുആ ചെയ്യുന്നല്ലോ. ഇതുപോലെ ഒരവസരം നിനക്കും വേണ്ടേ ചെറുപ്പക്കാരോ? നീ മരിക്കുമ്പോ ഒരുപാട് പേര് നിനക്ക് വേണ്ടി ദുആ ചെയ്യണ്ട്. നിന്നെ കാണാത്തവര് നിനക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്നുണ്ട്. അതുകൊണ്ട് പൊന്നുമോനെ, ഒന്ന് കരയാ കഴിയുമോ? ഒന്ന് കരയാ കഴിയുമോ? പടച്ചറപ്പിനോട് എല്ലാം ഒന്നേറ്റ് പറയാ കഴിയുമോ? ചെറുപ്പക്കാര് പറയും, ഉസ്താദേ, അല്ല എനിക്ക് പുറത്തു തരുവോ? ഞാൻ ഒരുപാട് പാപം ചെയ്തവരാ. കള്ളു കുടിച്ചു ഉസ്താദ്, വ്യഭിചരിച്ചു ഉസ്താദ്, എത്രയോ കുടുംബങ്ങളെ തകർത്തു ഉസ്താദ്, ഞാൻ മോശമായ ജീവിതം നയിച്ചവരാ. അല്ലാഹുവേ, ചെറുപ്പക്കാരാ, എന്ത് ചെയ്താലും അല്ലാഹു പുറത്തു തരുമടോ. നീ എത്ര വലിയ കൊടുംപാപം ചെയ്തവനാണെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ 2 കൈ ഉയർത്തിയിട്ട് പാതിരാത്രി നിനക്കൊന്ന് കരയാ കഴിയുമോ? എന്റെ പ്രിയമുള്ള പെങ്ങള്, ഗൾഫിൽ കിടക്കുന്ന ഭർത്താവിനെ വഞ്ചിച്ച പെണ്ണ്, കാമുകനുമായി കറങ്ങിയ പെണ്ണ്, വ്യഭിചാരം നടത്തിയ പെണ്ണ്, ആവശ്യമില്ലാത്ത മെസ്സേജുകൾ അയച്ച പെണ്ണ്, നിന്റെ ചിത്രമെടുത്ത് കാമുകൻ അയച്ചു കൊടുത്ത പെണ്ണ്, പെങ്ങളെ, നന്നാകണമെന്ന് നിനക്ക് മോഹമുണ്ടോ? നീ അല്ലാഹുവിന്റെ മുന്നിൽ കരങ്ങൾ ഉയർത്തിയിട്ടൊന്ന് കരയാ കഴിയുമോ? എത്രയോ കുടുംബാവികൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തല്ലോ. 100 കൊല ചെയ്തവൻ അല്ലാഹു പുറത്തു കൊടുത്തല്ലോ. എത്രയോ കുടുംബാവൻ ചെയ്തവർ. മഹാനായ ഇമാമുനാ സാഫി റളിയല്ലാഹു തആല ഒരു ചരിത്രം പറയുകയോ, പാപം ചെയ്താൽ പുറത്തു തരുമെന്ന് നിനക്ക് തെളിവ് വേണോ പോര്? ലോകത്തെ ഏറ്റവും വലിയ ഒരു പാപിയുണ്ടായിരുന്നടാ പൊന്നുപോര്, അവന് പോലും അല്ലാഹു പുറത്തു കൊടുത്തല്ലോ. മഹാനായ ഇമാമുനാ സാഫി റളിയല്ലാഹു തആല പറയുകയോ, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് ഓടി വരികയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമർ എന്തിനാ നീ കരയുന്നത്? ആരാ നിന്നെ വേദനിപ്പിച്ചത്? ആരാ നിന്നെ കരയിപ്പിച്ചത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ മനസ്സിനെ വേദനിപ്പിച്ചത് എന്തെന്നറിയുവോ? ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു നബിയേ. അവന്റെ കരച്ചല് കണ്ടിട്ട് കരഞ്ഞതാ നബിയേ. ആരാ പറയുന്നത്? കിസ്റിയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരന്റെ കരച്ചല് കണ്ടിട്ട് കരയുകയോ? അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാണ്. അവൻ ആരാണെന്നും അറിയണമല്ലോ. വിളിച്ചു കൊണ്ടുവരാ പറയുകയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മോനെ എന്തിനാടാ കരയുന്നത്? ഒരുപാട് നാടുകൾ കൊണ്ട് കരഞ്ഞു ദുആ ചെയ്യുകയാണല്ലോ. നിന്റെ ജീവിതത്തിൽ എന്തേ സംഭവിച്ചത്? യാ റസൂലല്ലാഹ്, എന്റെ ജോലി എന്തെന്നറിയുവോ നബിയേ? എന്റെ ജോലി എന്തെന്നറിയുവോ നബിയേ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ, എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട മയ്യത്ത് കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞു 6 അടി മണ്ണിനകത്തേക്ക് അവന്റെ മയ്യത്തിറക്കി വെക്കും. എന്നിട്ട് പിടിമണ്ണ് വാരി എറിഞ്ഞ് കബറിന്റെ ചാരത്ത് നിന്ന് എല്ലാവരും മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാ നബിയേ. മയ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ല, ആ കബറിന്റെ ഭാഗത്ത് നിൽക്കുകയാണ്. എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം ആ കബറിന്റെ മുകളിൽ ഒരടയാളം വെക്കുകയാ. എന്നിട്ട് പിരിഞ്ഞു പോയി പാതിരാത്രി നാട്ടുകാർ മുഴുവനും ഉറങ്ങിക്കഴിയുമ്പോ മണ്ണ് കുടിക്കുന്ന ആയുധം എടുത്തുകൊണ്ട് അടയാളം വെച്ച കബറിന്റെ ചാരത്ത് പാതിരാത്രി കടന്നു വന്നിട്ട് പച്ചമണ്ണ് വെട്ടി മാറ്റുകയാ, പലകയെടുത്ത് മാറ്റുകയാ. കബറിനകത്തിറങ്ങിയിട്ട് ആ മയ്യത്തിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫം തുണിയുണ്ടല്ലോ, അത് ഞാൻ അടിച്ചെടുക്കും നബിയേ. കഫം തുണി മോട്ടിക്കുന്ന കള്ളനാ നബിയേ. അതാ കഫം തുണികൾ അടിച്ചെടുത്തിട്ട് കബറിന്റെ മുകളിൽ പലക നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുപോയി കഴുകി ശുദ്ധിയാക്കി പട്ടണത്തിൽ കൊണ്ട് വിൽക്കുന്ന ജോലിയാ നബിയേ. ഞാനൊരു കള്ളനാ നബിയേ. എന്റെ നാട്ടിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന എത്രയോ മയ്യത്തുകൾ ഔറത്ത് പോലും മറച്ചിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുമ്പോ റസൂലുള്ളാഹി പറഞ്ഞ, ചെറുപ്പക്കാരാ പേടിക്കണ്ടടാ, അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് പറയുമ്പോ പിന്നെയും ആ പൊന്നുമോനിരുന്ന് കരയുകയാണ്. തലയിലൂടെ മണ്ണ് വാരിയിട്ടിട്ട് കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? യാ റസൂലല്ലാഹ്, എന്നെ പോലെ ഒരു പാപം ചെയ്ത മനുഷ്യർ ഈ ദുനിയാവിലില്ല നബിയേ. എന്നെക്കാളും വൃത്തികെട്ട ഒരുത്തനില്ല നബിയേ. അത്രയ്ക്ക് വലിയ പാപം ചെയ്തവനാ നബിയേ. അല്ലാഹു എനിക്ക് പുറത്തു തരുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീ എത്ര വലിയ പാപമാ ചെയ്തത്? എന്താണ് ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ നാട്ടില് കാണാൻ അഴകുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ ഒരു സുന്ദരിയായ പെണ്ണ് മരിച്ചു നബിയേ. അവളുടെ മയ്യത്തും കൊണ്ടുപോയി കബറടക്കുകയാണ്. അടയാളം വെച്ച് പിരിഞ്ഞു പോയി. പാതിരാത്രി നാട്ടുകാർ മുഴുവനും ഉറങ്ങിക്കഴിയുമ്പോ അല്ലാഹുവേ, പള്ളിക്കാട്ടിലെ കബറിന്റെ ചാരത്ത് ചെന്ന് ഞാൻ മണ്ണ് വെട്ടി മാറ്റുകയാ. പലകകൾ എടുത്തു മാറ്റി ആ പെണ്ണിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫം തുണികൾ ഓരോന്നായി അടിച്ചു മാറ്റുകയാണ്. ആ കഫം തുണികൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് കബറിന്റെ മുകളിൽ കയറി പലക നിരത്തിയിട്ട് പള്ളിക്കാട്ടിലൂടെ ഞാനങ്ങ് നടന്നു നബിയേ. മീസാങ്കല്ലുകളെ നിരത്തി വച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ പള്ളിക്കാട്ടിലൂടെ കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോ യാ റസൂലല്ലാഹ്, ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ കബറിനകത്ത് കിടക്കുന്ന പെണ്ണിന്റെ ശരീരം എനിക്ക് ഓർമ്മ വന്നു നബിയേ. എനിക്ക് അവളോട് മോഹം തോന്നി നബിയേ. എനിക്ക് അവളോട് ആഗ്രഹം തോന്നി നബിയേ. രണ്ടാമത് കബറിന്റെ ഭാഗത്തെ ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് മണ്ണുകൾ വെട്ടി മാറ്റി പലകയെടുത്ത് മാറ്റി കബറിനകത്തിറങ്ങിയിട്ട് മആദല്ലാഹ്,
ആ കബറിനകത്ത് കിടക്കുന്ന മരിച്ച പെണ്ണിന്റെ മയ്യത്തിന് ഞാൻ അതിനകത്തിട്ട് വ്യഭിചരിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം തളർന്നു പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ബോധം കെട്ട് വീഴുകയാ. കാരണം മരിച്ച പെണ്ണിനെ കബറടക്കി പാതിരാത്രി ഒന്നല്ല 2 പ്രാവശ്യം കബർ മാന്തിയിട്ട് ആ കബറിനകത്ത് കിടന്ന ചെറുപ്പക്കാരൻ ആ മയ്യത്തിനെ വ്യഭിചരിച്ചവനാട് അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാ. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫഹല്ലി മിനത് തൗബ, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ നബിയേ? റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മോനെ, ഇതുപോലെ ഒരു പാപം നീ ചെയ്തിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവനോട് പറഞ്ഞു, ചെറുപ്പക്കാരാ കരയടാ. പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് സുജൂദിൽ കിടന്ന് റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പറമോരേ, നീ ചെയ്തു പോയ പാപങ്ങളുണ്ടല്ലോ, ചെയ്തു പോയ പാപങ്ങളുണ്ടല്ലോ, അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് കരഞ്ഞു. അല്ലാഹു പുറത്തു തരുന്നവനാ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരുന്നവനാ. നബിയേ, പറ നബിയേ, എന്നോടൊന്ന് ചോദിക്കാ പറ നബിയേ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ പാതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, ഇന്നത്തെ രാത്രി നിനക്കുള്ളതാ മോര്. അല്ലാഹു ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും ഏറ്റു പറയാൻ ഒരു അവസരം തരികയാ. ഇന്ന് ജീവിതത്തിന്റെ അവസാനത്തെ രാത്രിയാ. നന്നാവാൻ അല്ലാഹു അവസരം തന്നില്ലെന്ന് ഇനി ഒരിക്കലും നീ പറയല്ലോ. അല്ലാഹു നിനക്കൊരു ചാൻസ് തരികയാ. ഏറ്റു പറയാ കഴിയുമോ? പാപങ്ങൾ ഓരോ നെന്നി നീ കരയേണ്ടതാ. വിജനസ്ഥലം മതി നേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിന് രാഴമോർത്തിട്ടുണ്ടടാ നടി. നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ട് നിന്നോടലിവ് റബ്ബിന് തോന്നണം. പടിവാതിലൊഴിയാതെവിടെയും നീ കരയണേ. ഇന്നത്തെ രാത്രി നീ ചെയ്തു പോയ പാപങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ തെണ്ടാനുള്ള സമയമാ. ഇന്ന് യാചിക്കാനുള്ള രാത്രിയാ. ഇന്ന് ഏറ്റുപറയലിന്റെ രാത്രിയാ. ഇന്ന് തൗബ ചെയ്യാനുള്ള രാത്രിയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എത്രയോ വഖത്ത് കളയാക്കി മോള്. എത്രയോ മോശമായ തെറ്റുകൾ ജീവിതത്തിൽ ചെയ്തവനാട്. അതുകൊണ്ട് നാളെ പള്ളിക്കാട്ടിലേക്ക് കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്തേക്ക് കടന്നു പോകാ തയ്യാറെടുക്കുന്നവരെ ഖബർ നമ്മളോട് പറയുകയാണ്, അനബൈതുത്തുറാബ്, എന്റെ വീട് മണ്ണിന്റെ വീടാ മോനെ. അതുകൊണ്ട് ഫഅമിൽ ഫിറാശി, എന്റെ വീടിനകത്ത് വിരിക്കാനുള്ള വിരിപ്പുമായിട്ട് ഖബറിലേക്ക് പോകാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കൊണ്ടുപോകാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു കൊണ്ടുപോകാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാക്കു പറഞ്ഞ പാലിക്കണം. അൽഹംദുലില്ലാഹ് പതില്ല. അതുകൊണ്ട് അല്ലാഹു ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം കൂടെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബർ പറയുകയാണ്. ഖബർ പറയുന്നു, അന ബൈത്തുൽ ഉൽമാ, എന്റെ വീടിനകത്ത് വല്ലാത്ത ഇരുളാമോനെ. എന്റെ വീടിനകത്ത് വല്ലാത്ത ഇരുളാമോനെ. അതുകൊണ്ട് നീ വരുന്ന സമയത്ത് കത്തിച്ചു വെക്കാനുള്ള ഒരു വിളക്കും കൊണ്ടേ വരാവൂ. ഏതാ വിളക്കേതാ? ഏതാ വിളക്കേതാ? പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് ആറടി മണ്ണിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കേതെന്നറിയുവോ? ആ ഖബറിനകത്ത് വെക്കേണ്ട വിളക്കേതെന്നറിയുവോ? കാലിന്റെ ഭാഗത്ത് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടം ഇങ്ങനെ തുറക്കുകയാ. അല്ലാഹുവേ, രാവിലെയും വൈകിട്ടും ഖബറിനകത്ത് സ്വർഗത്തിന്റെ കവാടം ഇങ്ങനെ തുറക്കുകയാണ്. ആ വെളിച്ചം നമ്മുടെ ഖബറിനകത്ത് വേണ്ടി. ആ വെളിച്ചം നമ്മുടെ ഖബറിനകത്ത് വേണ്ടി. ഖബറിനകത്ത് കിടന്ന് പടച്ചവന്റെ സ്വർഗം കണ്ടുകൊണ്ട് കിടക്കാൻ ആഗ്രഹമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഖബർ ആറടി മണ്ണിനകത്തൊരു വെളിച്ചമുണ്ട്. ഒരു വെളിച്ചം കൊണ്ടുപോകണ്ടേ. ആ വെളിച്ചം ഏതെന്നറിയുമോ? ആ വെളിച്ചം
വെളിച്ചമേതെന്നറിയുവോ? പടച്ചവനെ, ആ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയാ നമ്മൾ പരിശ്രമിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, റഹ്മയുടെ മക്കൾക്കുള്ള പ്രകാശമാ ഈ റഹ്മയുടെ മക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം. എന്റെ പ്രിയമുള്ളവരെ, 6 അടി മണ്ണിനകത്ത് വെളിച്ചമാ. എന്തേ വെളിച്ചമെന്നറിയുവോ? അത് ജാരിയായ സദഖയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ടവരുണ്ടല്ലോ, യതീമീങ്ങളുണ്ടല്ലോ, വിവാഹം പ്രായം കഴിഞ്ഞിട്ട് കെട്ടിച്ചു കൊടുക്കാറ് കഴിവില്ലാതെ കണ്ണുനീര് കുടിക്കുന്ന പാവപ്പെട്ട പെൺമക്കൾക്ക് അവരെ കൊണ്ട് കഴിയുന്നത് കൊടുക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ജാരിയായ സദഖ അത് 6 അടി മണ്ണിലെ പ്രകാശമാ. അത് 6 അടി മണ്ണിലെ പ്രകാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എത്രയോ പാപങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിലുണ്ടല്ലോ, നമ്മുടെ അയൽവാസികളുണ്ടല്ലോ, നമ്മുടെ കൂട്ടുകാരുണ്ടല്ലോ. എത്രയോ പാപങ്ങൾ നിന്റെ കണ്ണിന്റെ മുന്നിൽ അല്ലാഹു നിനക്ക് കാണിച്ചു തരുന്നു. എല്ലാവരും വിചാരിക്കുന്നത് പണം അനുഗ്രഹമെന്നാ. നിന്റെ കഴിവ് കണ്ടിട്ട്, നിന്റെ തഴമ്പ് കണ്ടിട്ടാ റബ്ബ് നിനക്ക് പണം തന്നതെന്ന് നീ കരുതുന്നെങ്കിൽ വാപ്പാ, ഇല്ല വാപ്പാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന നബി ഏതെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ, ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന നബി ആരാ? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. കാരണം എന്തെന്നറിയുവോ? ഒരുപാട് സമ്പത്തുള്ള പ്രവാചകനായിരുന്നു, ഒരുപാട് പണമുള്ള പ്രവാചകനായിരുന്നു. എല്ലാത്തിനും കണക്ക് പറഞ്ഞിട്ടാ പോകുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മുതൽ വഹ്ശ് റളിയല്ലാഹു തആല അൻഹു വരെ ലക്ഷക്കണക്കിന് സ്വഹാബത്തുണ്ട്, ലക്ഷക്കണക്കിന് സഹാബത്തുണ്ട്. ആ സ്വഹാബാക്കളിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന സഹാബി ആരെന്നറിയുമോ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. കാരണം പണക്കാരനായിരുന്നു, പണക്കാരനായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ടവന് സ്വർഗത്തിൽ കിടന്നു 50,000 കൊല്ലം കഴിഞ്ഞു. പണക്കാരൻ സ്വർഗം കാണൂ എന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല അല്ലാഹു നിനക്ക് പണം തന്നത്, നിന്നെ പരീക്ഷിക്കാനാണ് റബ്ബ് നിനക്ക് സമ്പത്ത് തന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എങ്ങനെയാണ് പടച്ച റബ്ബ് നിന്നെ പരീക്ഷിക്കുന്നത്? വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് പള്ളിയുടെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഒരു പാവപ്പെട്ടവന് ഗതികേട് കൊണ്ട്, ഒരു പാവപ്പെട്ടവന് ഗതികേട് കൊണ്ട് തന്റെ പൊന്നുമോളെ കെട്ടിച്ചു കൊടുക്കാ പണമില്ലാതെ പള്ളിയുടെ മുന്നിൽ തോർത്ത് പിരിച്ചിട്ടിരുന്ന് യാചിക്കുമ്പോ, അവന്റെ മുഖത്തേക്ക് 10 രൂപയെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പുച്ഛത്തോടെ നോക്കിയിട്ട് പോകുന്ന പണക്കാരാ, നിന്റെ മക്കളെയും ഇതുപോലെ കൊണ്ടിരുത്താൻ, നിന്റെ മക്കളെയും നിന്റെ ഭാര്യയെയും ഇതുപോലെ പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തിയിട്ട് യാചിപ്പിക്കാൻ അല്ലാഹു കൂടുതൽ സമയം വേണ്ട. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവര്, ഈ നാട്ടിലെ ഒരു പാവപ്പെട്ട പൊന്നുമോള്, അല്ലാഹുവേ 10 പവന് സ്വർണം കൊടുത്താ പൊന്നുമോളുടെ വിവാഹം നടത്താൻ ഇവർ ആഗ്രഹിക്കുകയാ. 5 പവന് സ്വർണം അല്ലാഹുവേ ഈ വഅദിന്റെ സദസ്സിലൂടെ അല്ലാഹു ഇഷ്ടപ്പെട്ടവർ കൊടുത്തു സഹായിച്ചു. 5 പവനായിട്ടുണ്ട്. പടച്ചവനെ, ഒരു 5 പവന് സ്വർണം കൂടെ അവർക്ക് വേണം. എന്റെ പ്രിയമുള്ളവരെ, കൊടുക്കാൻ കഴിയുമോ? കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? 1 പവൻ നിങ്ങളെ കൊടുക്കണമെന്ന് പറയുന്നില്ല. ഉസ്താദേ, എനിക്ക് 1 ഗ്രാം കൊടുക്കാനേ ഉള്ളൂ, എന്റെ കയ്യിൽ 1000 രൂപയേ ഉള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? എന്റെ പ്രിയമുള്ള മുസ്ലിമേ, ഈ റഹ്മയുടെ സംഘാടകരുടെ കൂടെ ഒരു പാവപ്പെട്ട പൊന്നുമോളുടെ കണ്ണുനീരൊപ്പാ നിങ്ങൾക്ക് മുന്ന് കൂടാ കഴിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം വേണോ? അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? അല്ലാഹു
ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എല്ലാവരും മരിക്കണമല്ലോ, ഞാനും നിങ്ങളും ഒരു ദിവസം മരിക്കേണ്ടവരാണല്ലോ, മരണത്തിന് വല്ലാത്ത വേദനയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും പറഞ്ഞത് ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്നോ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്നോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, അല്ലാഹു തരുന്ന പ്രതിഫലം പറയാ, ഈ പാവപ്പെട്ട പൊന്നുമോളുടെ വിവാഹത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന ഒരു സദക്ക നിങ്ങൾ കൊടുത്താ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയമുണ്ടല്ലോ, ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയമുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ, മലക്കുൽ മൗത്തും തന്റെ അനുയായികൾ മുഴുവനും റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന രംഗമുണ്ടല്ലോ, മരണത്തോട് മല്ലടിക്കുന്ന സമയമുണ്ടല്ലോ, മലക്കുകൾ മുഴുവനും ഇറങ്ങി വന്ന് നിന്റെ കയ്യും കാലും ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാ. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് മനുഷ്യന്റെ കൈകാലുകൾ ഇട്ടടിക്കാത്തത്, കയ്യും കാലും അനക്കാതെ ഇരിക്കാ മലക്കുകൾ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയോ. ഇങ്ങനെ റൂഹ് പിടിച്ചു കൊണ്ടിരിക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ നീ കിടന്ന് കരയുമ്പോ മലക്കുൽ മൗത്ത് ചോദിക്കുകയാ, മരണസമയത്ത് വേദന സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുന്ന വാപ്പയോട് മലക്ക് ചോദിക്കുകയാ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്നാ. അല്ലാഹുവേ, മരണത്തിന്റെ സമയത്ത് വേദന സഹിക്കാൻ കഴിയാതെ നീ കിടന്ന് പൊട്ടിക്കരയുന്ന രംഗം നിന്നോട് മലക്ക് ചോദിക്കുകയാ, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. എന്തിനാ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിളിച്ചു കൂവുന്നത്? എന്തിനാ നീ വിഷമിക്കുന്നത്? മനുഷ്യ, നീ കരയില്ലു, നീ പാവങ്ങളെ സഹായിച്ചവരോ, ഒരു പെൺകുട്ടിയുടെ കണ്ണുനീരൊപ്പിയവനാ, അതുകൊണ്ട് നീ കരയല്ലേ. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്നാ. പടച്ചവനെ, സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയോ. മരണസമയത്ത് കടന്ന് വേദന കണ്ട് പുളയുന്ന സമയത്ത് അസ്രായീൽ ഇങ്ങനെ സ്വർഗം കാണിച്ചു തരികയോ. വാപ്പാ, ഇതാണ് നിന്റെ പ്രതിഫലം, ഇതാണ് നിന്റെ തറവാട്, ഇതല്ലേ നിന്റെ ജീവിതത്തിന്റെ വിലാസം, ഇത് കിട്ടാനല്ലേ നീ ആഗ്രഹിച്ച് നടന്നത്. വഅബ്സിറൂ ബിൽ ജന്നാ. സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാ. ഒന്നാമത്തെ പ്രതിഫലം സ്വർഗം കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യവാ. രണ്ട്, എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഒരു പെണ്ണിന്റെ വേദന നിനക്കല്ലേ അറിയൂ? പെണ്ണിനല്ലേ പെണ്ണിന്റെ വേദന അറിയൂ? ഒരു പാവപ്പെട്ട പെണ്ണുമോളുടെ ജീവിതത്തിന് വേണ്ടിയില്ലേ എന്റെ പ്രിയമുള്ള പെങ്ങളെ, സ്വർണ്ണമിടാത്ത ഒരു പെണ്ണ് പോലും ഈ സദസ്സിലില്ല. ഉസ്താദ്, എന്റെ ശരീരത്ത് കിടക്കുന്നത് ഞാൻ ഊരിത്തരാം ഉസ്താദ്. ഒരു പൊന്നുമോൾക്ക് വേണ്ടിയല്ലേ അല്ലാഹു തരുന്ന പ്രതിഫലം നിന്റെ ഹൃദയം കൊണ്ട് കേൾക്ക് പൊന്നുമോള്. ഒരു കടുകുമണിയുടെ അളവെങ്കിലും നിന്റെ ഹൃദയത്തിൽ ഈമാനുണ്ടെങ്കിൽ ഈ ആയത്ത് നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങട്ടെ. അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? പടച്ചവനെ, നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ഇവിടത്തെ പള്ളിക്കാറ്റിൽ നിന്ന് ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതുന്ന രംഗമുണ്ടല്ലോ. ഖബറിനകത്ത് നിന്ന് ജനങ്ങൾ എഴുന്നേറ്റ് പോവുകയാ. എങ്ങനെയാ പോകുന്നത്? പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിൻദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് നടന്ന് കുഷ്ഠരോഗിയെ പോലെ ഉഹുദമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ സഹോദരിമാര്, ഒരു വിഭാഗം പെണ്ണുങ്ങളുണ്ടല്ലോ, അവര് കബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുകയോ, എന്നിട്ട് അവര് പറക്കുകയോ, അവര് പറവകളെ പോലെ പറക്കുകയോ, അവര് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പരലോകത്തിന്റെ മുകളിലൂടെ പറവകളെ പോലെ പറന്ന് പറന്ന് പടച്ചവന്റെ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ ഖാസിനുൽ ജന്നാ, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്ക് ചോദിക്കുന്നു, നീ ആരാ പെണ്ണ്? നീ പറന്നു വരുന്നല്ലോ, നീ പറന്നു വരുന്നല്ലോ. ഹൽ റഅയ്തുഹുൽ ഹിസാബ്, ഇത്ര പെട്ടെന്ന് നിന്റെ വിചാരണ കഴിഞ്ഞു. ഹൽ റഅയ്തുൽ ഹിസാബ്, ഹൽ റഅയ്തു സിറാ
ഇത്ര പെട്ടെന്ന് നിന്റെ വിചാരണ കഴിഞ്ഞു. നീ നരകം താണ്ടിയിട്ടാണോ വന്നത്? നീ സിറാത്ത് കടന്നിട്ടാണോ വന്നത്? നീ ആരാമോന്? നീ ആരാമോന്? എന്റെ പ്രിയമുള്ള പെങ്ങളെ, നാളെ പടച്ചവന്റെ പരലോകത്ത് കൂടെ പറക്കടോ. പരലോകമെന്ന് പറഞ്ഞ എന്റെ പെങ്ങളെ നീ പറയും പ്രസവത്തിന് വല്ലാത്ത വേദനയോ. എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയോ, നാളെ പരലോകത്തെങ്ങാണം ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന പോലും അറിയില്ല പെങ്ങള്. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഓടുന്ന ദിവസമോ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരച്ചു പോകുന്ന ദിവസമോ, നരകത്തെ കാണുന്ന ദിവസമോ, തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിക്കുന്ന ദിവസമോ, തലയുടെ മുകളിൽ സൂര്യദിച്ച് നിൽക്കുന്ന ദിവസമോ, ചെമ്പിന്റെ തറയിൽ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത ദിവസമോ, അല്ലാഹുവേ ജനങ്ങൾ മുഴുവൻ പടച്ചവനെ മുട്ടുവരെ നെഞ്ചുവരെ കഴുത്തുവരെ വിയർപ്പിനകത്ത് മുങ്ങിത്താടുന്ന ദിവസമോ, അന്ന് എല്ലാവരും പടച്ചറപ്പിന്റെ പരലോകത്തെ തലതാട്ടി പിടിച്ച് കരയുന്ന ദിവസമോ, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കുന്ന മലക്കും തന്റെ അനുയായികൾ 70,000 ചങ്ങലകളിൽ ഓരോ ചങ്ങലയിൽ 70,000 മലക്കുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ദിവസമോ, അന്ന് സ്വന്തം മക്കള് വാപ്പയെ കാടിച്ചിട്ട് പടച്ചറപ്പിനോട് പറയുന്നു, അല്ലാ എന്റെ പാപം മുഴുവനും എന്റെ വാപ്പയുടെ തലയിൽ കെട്ടിവെച്ച് എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ ഉപ്പാനെ നരകത്തിലെറിഞ്ഞു, എനിക്ക് സ്വർഗം തരണേ എന്ന് മക്കള് പറയുന്ന പരലോകമുണ്ടല്ലോ. സ്വന്തം മക്കള് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുന്ന് സഹിക്കാൻ കഴിയാതെ വരുമ്പോ പടച്ചുറപ്പിനോട് പറയുന്നു, നാഥാ എന്നെ 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന് മരണവേദനയുടെ വേദനയും നൊന്ന് പ്രസവിച്ച് എന്നെ പോറ്റി വളർത്തി എന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ ഒന്ന് മലത്തി കടത്തി തരുവോ പടച്ചവര്. അവരുടെ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടെ അല്ലാ എന്ന് നാളെ മക്കള് പറയുന്ന പരലോകമുണ്ടല്ലോ. വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടപ്പറപ്പും കൂടെ നടന്നവരും കൂട്ടുകാര് എല്ലാവരും കൈയഴിയുന്ന ദിവസമുണ്ടല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. ആരാര് തിരിഞ്ഞു നോക്കാത്ത ദിവസം പടച്ചറപ്പിന്റെ പരലോകത്തുകൂടെ പറന്ന് പറന്ന് പടച്ചവന്റെ സ്വർഗത്തിലെത്താ മോഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. അല്ലാഹു തരുന്ന പ്രതിഫലമാ, അല്ലാഹു തരുന്ന പ്രതിഫലമാ. നാളെ ഏറ്റവും ശർറായ ദിവസം നിനക്ക് രക്ഷയാ. ഒരു യതീമായ പാവപ്പെട്ട പൊന്നുപോലുടെ കണ്ണുനീരൊപ്പുന്നവര് പടച്ചുറപ്പ് കൊടുക്കുന്ന 3ാമത്തെ പ്രതിഫലം വലക്കാഹു നദറതൻ വസുറൂറാ. നിനക്കിതെല്ലാം തന്ന റബ്ബുണ്ടല്ലോ. വാപ്പയെയും ഉമ്മയെയും പണവും വീടും ആരോഗ്യവും പടച്ചവരെ നിനക്ക് വാരിക്കോരി തന്ന നിന്റെ റബ്ബിനെ കാണാനുള്ള ഭാഗ്യവാ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവര് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകാ ആഗ്രഹിക്കുന്ന പെണ്ണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യനെ കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, യാത്രക്കാരനാ നബിയേ, ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി നബിയേ, എനിക്ക് എന്തെങ്കിലും ഒന്ന് കടിക്കാതരുവോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുഖത്തേക്ക് നോക്കുമ്പോ ആയിഷാ ബീവി നിന്ന് കരയുകയാണ്. ആയിഷാ ബീവി നിന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂലിന് കാര്യം മനസ്സിലായി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ പൊന്നുമോളുടെ വീട്ടിലേക്ക് കടന്നു പോക്കോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ. ആ മനുഷ്യന് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ മുന്നിൽ വന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ
നിന്റെ വാപ്പ പറഞ്ഞു വിട്ടതാ ഫാത്തിമ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ഫാത്തിമ, എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരുവോ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വീട് മുഴുവനും തെരഞ്ഞു നോക്കി, വീട് മുഴുവനും തെരഞ്ഞു നോക്കി, കൊടുക്കാനൊന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല. പടച്ചവനെ, ആ മനുഷ്യൻ എന്തെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ എന്ന് നോക്കി, ഒന്നുമില്ല. ഒരു ജോഡി വസ്ത്രമെങ്കിലും കൊടുക്കാൻ നോക്കി, ഒന്നുമില്ല. അവസാനം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല ആ മനുഷ്യന്റെ അടുക്കൽ വന്നിട്ട് ഒന്നുമില്ല എന്ന് പറയുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഫാത്തിമ, നിന്റെ മുഖം നിന്റെ വാപ്പയുടെ മുഖം പോലെയാ, നിന്റെ കണ്ണ് നിന്റെ വാപ്പയുടെ കണ്ണ് പോലെയാ, നിന്റെ ചെവി നിന്റെ വാപ്പയുടെ ചെവി പോലെയാ. എനിക്ക് എന്തെങ്കിലും ഒന്ന് താ ഫാത്തിമ. ഭക്ഷണം കഴിച്ചിട്ട് എന്റെ ശരീരം തളരുന്നു ഫാത്തിമ, പട്ടിണി കിടന്നിട്ട് എന്റെ ശരീരം തളരുന്നു ഫാത്തിമ, കുടിക്കാൻ പച്ചവെള്ളം പോലും എന്റെ കയ്യിലില്ല ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ വീടിനകത്ത് കയറിയിരുന്നിട്ട് വല്ലാത്ത കരച്ചലാ. പ്രതീക്ഷയോടെ വാപ്പ പറഞ്ഞു വിട്ട മനുഷ്യനെ കൊടുക്കാനൊന്നുമില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, കൊടുക്കാനൊന്നുമില്ലാതെ കരന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നെന്തോ ഓർമ്മ വരികയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല ഓടുകയാ. ഓടി ചെന്നിട്ട് വസ്ത്രങ്ങൾ അടുക്കി വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പടച്ചവരെ അങ്ങോട്ട് വസ്ത്രങ്ങൾ മുഴുവനും പറക്കി മാറ്റുകയാണ്. അതിനടിയിൽ ഒരു ചെറിയ പെട്ടിയിരുന്നു. ഫാത്തിമ ബീവി എടുക്കുമ്പോഴേ കരയാൻ തുടങ്ങി. പടച്ചവരെ, ഒരു ചെറിയ പെട്ടി അങ്ങോട്ട് തുറക്കുകയാ. അതിനകത്തൊരു ചെറിയ മുത്തുമാലയിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല ആ മാല തന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചിട്ട് ചുടുചുംബനം കൊടുക്കുകയാ. അല്ലാഹുവേ, കരയുന്ന ശബ്ദം വീടിന്റെ വെളിയിൽ നിൽക്കുന്ന മനുഷ്യൻ പോലും കേൾക്കുകയാണ്. അവസാനം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല പടച്ചവരെ കണ്ണുനീര് തുടച്ചു, കണ്ണുനീര് തുടച്ചു. അവസാനം വീടിന്റെ വെളിയിൽ നിൽക്കുന്ന മനുഷ്യന്റെ അടുക്കൽ വന്നിട്ട് തന്റെ കയ്യിലിരുന്ന മുത്തുമാല എടുത്ത് കൊടുത്തിട്ട് പറയുന്നു, മനുഷ്യ, ഇതല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല, ഇതല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല. ഇത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിക്കടിച്ചോ. ആ സമയത്ത് ആ മനുഷ്യൻ ചോദിച്ചു, ഫാത്തിമ, നീ എന്തിനാ കരയുന്നത്? ഫാത്തിമ ബീവി ഒന്നും മിണ്ടുന്നില്ല. മുത്തുമാല കിട്ടിയ സന്തോഷത്തോടെ ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പൊന്നുമോള് സ്വർഗത്തിന്റെ റാണിയാ നബിയേ, നിങ്ങളുടെ പൊന്നുമോള് സ്വർഗത്തിന്റെ റാണിയാ നബിയേ, നിങ്ങളുടെ പൊന്നുമോള് തരാനൊന്നുമില്ലാതെ എനിക്കൊരു സ്വർണമാല തന്നു നബിയേ. പക്ഷേ ഈ മാല തരുമ്പോ ഫാത്തിമ വല്ലാതെ കരഞ്ഞു നബിയേ. തന്റെ പൊന്നുമോള് കരഞ്ഞു എന്ന് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആ മാലയൊന്ന് കാണിക്കുവോ? എന്റെ പൊന്നുമോള് തന്ന മാലയൊന്ന് കാണിക്കുവോ? ആ മനുഷ്യൻ തന്റെ കയ്യിലിരിക്കുന്ന മാലയെടുത്ത് കാണിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാ. അല്ലാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തു പറ്റി നബിയേ, എന്തിനാ കരയുന്നത്? സഹാബ, അതെന്റെ ഖദീജാന്റെ കഴുത്തിൽ കിടന്ന മാലയാ സഹാബ, എനിക്ക് ഖദീജാനെ ഓർമ്മ വന്നു സഹാബ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എന്റെ പൊന്നുമോൾ എങ്ങനെ കരഞ്ഞു പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങള് ഏത് മാലയും അറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു തആല കോടിക്കണക്കിന് സമ്പത്തുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഖദീജ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവിടെന്ന് പറഞ്ഞു, നബിയേ, ഖദീജ ബീവിയോട് അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു നബിയേ. ആ ഖദീജ ബീവി റളിയല്ലാഹു തആല മരണസമയമെടുത്തപ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അടുത്തേക്ക് വിളിച്ചിട്ട് പൊന്നുമോൾക്ക് ചുടുചുംബനം കൊടുക്കുകയാണ്.
പൊന്നുമോൾക്ക് ചുടുചുംബനം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ നിന്റെ ശരീരത്തിൽ സ്വർണ്ണമിട്ട് തരണമെന്ന്, വളയിട്ട് തരണമെന്ന്, മാലയിട്ട് തരണമെന്ന്, മോതിരമിട്ട് തരണമെന്ന് ഉമ്മാന് വല്ലാത്ത ആഗ്രഹമുണ്ട് ഫാത്തിമ. എന്റെ കയ്യിലൊന്നുമില്ല ഫാത്തിമ. എല്ലാ പാപങ്ങൾക്ക് കൊടുത്ത് ഫാത്തിമ, എല്ലാ പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി കൊടുത്ത് ഫാത്തിമ. എന്നെ വെറുക്കല്ലേ മോള്, എന്നോട് ദേഷ്യം കാണിക്കല്ലേ മോള്. എന്റെ കയ്യിലാകെയുള്ളത് ഈ മാലയാ. ഖദീജ ബീവി റളിയല്ലാഹു തആല തന്റെ കഴുത്തിൽ കിടന്ന ഒരു മാലയെടുത്തിട്ട് ചുണ്ടിലേക്ക് ചേർത്ത് വെച്ച് ചുംബനം കൊടുത്തിട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഫാത്തിമ കളയല്ലേ. എന്റെ പൊന്നുമോൾക്ക് എന്നെ ഓർമ്മ വരുമ്പോ, എന്റെ പൊന്നുമോളുടെ മനസ്സ് വേദനിക്കുമ്പോ ഇതൊന്നും എടുത്തു വെച്ച് ചുംബിച്ചാ മതി ഫാത്തിമോ എന്ന് പറഞ്ഞിട്ട് ഉമ്മ കൊടുത്ത സമ്മാനമാ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഉമ്മ കൊടുത്ത മാലയാ. എന്റെ പ്രിയമുള്ളവര്, എത്രയോ ദിവസം തന്റെ കുടുംബം പട്ടിണി കിടന്നു. അലിയാര് തങ്ങള് പട്ടിണി കിടന്നു, ഹസൻ ഹുസൈൻ തങ്ങള് പട്ടിണി കിടന്നു. ഈ മാല വീടിനകത്തുണ്ടായിരുന്നു, എടുത്തില്ല. എത്രയ്ക്ക് പട്ടിണി എന്ന് വെച്ചാൽ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും വീടിനകത്ത് കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്കുമോള്. അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് കടന്നു ചെന്നു. പക്ഷേ നിസ്കാരത്തിന്റെ സമയം മുഴുവനും കുഞ്ഞുങ്ങൾ കിടന്ന് കരയുകയാ. നമസ്കാരം കഴിഞ്ഞിട്ടും വിളിച്ചു പറഞ്ഞു, പാല് കൊടുക്ക് ഫാത്തിമ. സഹാബത്തിന്റെ മുന്നിൽ പ്രസംഗിക്കാനിരുന്നു. അപ്പോഴും വീടിനകത്ത് കരച്ചലാട്. 3 പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ടും കരച്ചൽ തീരാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന് ദേഷ്യം വന്നു. വീട്ടിലേക്ക് കടന്നു ചെന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ഒരുപാട് വഴക്ക് പറഞ്ഞു. പിഞ്ചു കുഞ്ഞുങ്ങൾ കടന്നു.